നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഇന്നലെ റയൽ മാഡ്രിഡ് മാഞ്ചസ്റ്റർ സിറ്റിയോട് 2-1 പൊട്ടി. പക്ഷേ 32 മത്സരങ്ങളിൽ ആദ്യമായിട്ട് റോഡ്രിഗോ ഗോൾ അടിച്ചിരിക്കുന്നു. കഴിഞ്ഞ 31 കളികളിൽ അവൻ്റെ വക ഗോളില്ല. അതങ്ങ് തീർന്നിട്ടുണ്ട്. കളി കഴിഞ്ഞിട്ട് പെപ്പ് ഒരു കാര്യം പറഞ്ഞത്, ഞാൻ റോഡ്രിഗോയുടെ അടുത്ത് പോയി പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? അതിങ്ങനെയാണ്: ഐ വെൻറ്റ് ആൻഡ് ടോൾഡ് ഹിം ഹൗ ഗുഡ് ഈസ്. എത്ര മികച്ച കളിക്കാരനാണ് അവൻ എന്നാണ് ഞാൻ അവനോട് പോയി പറഞ്ഞത്. ദിസ് ബോയ് ഈസ് ഓൺ അനദർ ലെവൽ എന്ന് കൂടി പെപ്പ് പറയുന്നു. അവൻ മറ്റൊരു ലെവലിലുള്ള കളിക്കാരനാണ് എന്ന് പെപ്പ് സാക്ഷ്യപ്പെടുത്തുന്നു. പെപ്പ് മാത്രമല്ലെന്ന് ഇന്നലെ സാബി അലോൺസോ പറഞ്ഞത്. ഞാൻ വിചാരിക്കുന്നത് ഈ കളിയിലെ വൺ ഓഫ് ദി മെയിൻ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ റോഡ്രിഗോയാണ്. അത് ബോൾ ഉള്ളപ്പോൾ മാത്രമല്ല, വിതൗട്ട് ദി ബോളും അവൻ മികച്ച പ്രകടനം നടത്തി. ഏതായാലും അവൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുക എന്നുള്ളത് ഞങ്ങൾ മാനേജ് ചെയ്ത കാര്യമായിരുന്നു. ഞാൻ വളരെ ഹാപ്പിയാണ് അവൻ്റെ കാര്യത്തിൽ. കാരണം അവൻ്റെ ഗോള് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഇവിടം മുതൽ അവൻ്റെ പെർഫോമൻസ് ഇമ്പ്രൂവ് ആവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അവനെ സപ്പോർട്ട് ചെയ്യുന്നത് തുടരണം എന്നാണ് സാബി അലോൺസ് പറയുന്നത്. അല്ലെങ്കിലും സിറ്റിക്കെതിരെ കളിക്കുമ്പോൾ റോഡ്രിഗോ വേറൊരു തരത്തിൽ കളിക്കും എന്നുള്ളത് നമുക്കറിയാം. ഇപ്പോൾ ഇന്നലെ ഒരു ഗോള്, അതുപോലെ തന്നെ 2 ബിഗ് ചാൻസുകൾ അവൻ ക്രിയേറ്റ് ചെയ്തു. 5 കീ പാസുകൾ ഉണ്ടായിരുന്നു. 7 ഡ്യുവൽസ് അവൻ വിൻ ചെയ്തു. 3 ഡ്രിബിൾസ് അവൻ സക്സസ്ഫുൾ ആയിട്ട് ചെയ്തു. അങ്ങനെ മികച്ച പ്രകടനം തന്നെ ഇന്നലെ റോഡ്രിഗോ നടത്തിയിട്ടുണ്ട്. സിറ്റിക്കെതിരെ ഇതുവരെ 10 കളികൾ കളിച്ചിട്ട് അതിൽ 9 എണ്ണത്തിലാണ് റോഡ്രിഗോ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതിൽ തന്നെ 5 ഗോളുകളും 2 അസിസ്റ്റും നേടിയിട്ടുണ്ട്. അതായത് 7 ഗോൾ കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. ഓരോ 150 മിനിറ്റിലും ഒരു ഗോൾ കോൺട്രിബ്യൂഷൻ വന്നിട്ടുണ്ട് എന്നർത്ഥം. അതുപോലെ 17 ഷോട്ടുകൾ സിറ്റിക്കെതിരെ ഉയർത്തിട്ടുണ്ട്. അതിൽ 11 ഓൺ ടാർഗറ്റിലേക്കാണ്. ബിഗ് ചാൻസ് കൺവേർഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ 75%. 5 ബിഗ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. 16 കീ പാസുകൾ കൊടുത്തിട്ടുണ്ട്. 14 സക്സസ്ഫുൾ ഡ്രിബിളിങ്ങൾ നടത്തിയിട്ടുണ്ട്. ചുരുക്കത്തിൽ സിറ്റിക്കെതിരെ കളിക്കുമ്പോൾ റോഡ്രിഗോ തൻ്റെ ഫോം വീണ്ടെടുക്കുക എന്നുള്ളത് സാധാരണഗതിയിൽ സംഭവിക്കുന്നതാണ്. അത് അദ്ദേഹം ഇത്തവണയും നടത്തുകയുണ്ടായി. അവനെ സംബന്ധിച്ചിടത്തോളം മടങ്ങി വരാനുള്ള നല്ലൊരു സമയമായിരുന്നു അത്. കളിക്ക് ശേഷം റോഡ്രിഗോ അത് പറയുന്നുണ്ട്. ലെറ്റ് സീ, മേ ബി ദിസ് ഗോൾ വിൽ ബ്രിങ് ബാക്ക് മൈ ബെസ്റ്റ് എന്ന് പറയുന്നുണ്ട്. ഇനി അവൻ്റെ മികവിലേക്ക് തിരികെ എത്തുമോ? കാത്തിരിക്കാം. വീഡിയോ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എടുക്കാം.